dear students. എല്ലാവരും SSLC എക്സാമിനേഷന്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? സോ ബയോളജിയിൽ നമുക്ക് ടോട്ടൽ 8 ചാപ്റ്റേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? സോ നമ്മൾ ഈ ഒരു സെഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മാർച്ച് 2020 ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അതിനു മുൻപ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്? സോ ദ ഫസ്റ്റ് 15 minutes ഈസ് കൂൾ ഓഫ് ടൈം. സോ നമ്മുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 1.5 hour ആണ് അല്ലേ? സോ ടോട്ടൽ നമുക്ക് 40 മാർക്സിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 15 മിനിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാനും അല്ലേ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടോ, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി ക്വസ്റ്റ്യൻസ് ആൻസറിന് നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു ടൈം ആണ് അല്ലേ? നോക്കാം. Then you may use the time to read the question and plan your answers. Then answer only on the basis of instructions and questions given. So നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ എഴുതുക. ചിലപ്പോൾ എന്താണ് 7 ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് 6 നമ്മൾ ചൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കിനനുസരിച്ച് അല്ലെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ആൻസറുകൾ നമ്മളുടെ പേപ്പറിൽ എഴുതുക. ഓക്കെ, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. So the first question, the process that leads to the formation of impulses in photoreceptors is. So ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്? നമുക്കറിയാം, വിൻഡോസ് ഓഫ് നോളേജ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? The process that leads to the formation of impulses in the photoreceptors. ഓപ്ഷൻസ് നമുക്കൊന്ന് വായിക്കാം. ഓപ്ഷൻ എ, the dissociation of visual pigments in the presence of light. Then formation of vitamin A in the presence of light. Then the transmission of impulses to cerebrum through the optic nerve. And the fourth one is the reunion of retinal and opsin. സോ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ എന്താണ് സംഭവിക്കുന്നത്? സോ സൺലൈറ്റ് വരുന്ന സമയത്ത് അല്ലെ, സൺലൈറ്റുമായിട്ട് എക്സ്പോഷർ ആകുന്ന ടൈമിൽ ഫോട്ടോ റിസപ്റ്റേഴ്സിലുള്ള പിഗ്മെന്റ്സ് ഡിസോസിയേറ്റ് ചെയ്യുന്നു. സോ എങ്ങനെ പിഗ്മെന്റ്സ് ഡിസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടായി അല്ലേ? സോ ഈ കെമിക്കൽ ചേഞ്ച് എന്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു? ഇറ്റ് വിൽ ഇൻഡ്യൂസ് അല്ലെങ്കിൽ എന്താണ് ഫോർമേഷൻ അല്ലേ? സോ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇമ്പൾസുകളുടെ ഫോർമേഷൻ അവിടെ നടക്കുന്നു. സോ ഈ ഇമ്പൾസുകൾ സെറിബ്രത്തിലേക്ക് പോകുന്നു. എങ്ങനെ? ത്രൂ ഒപ്റ്റിക് നെർവ്. സോ പിന്നീടാണ് സെറിബ്രത്തിന്റെ ഇൻവോൾവ്മെന്റിലൂടെയാണ് നമുക്ക് വിഷന് എനേബിൾ ആവുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? Option A is the right answer. The dissociation of visual pigments in the photoreceptors get dissociates in the presence of light. Okay, so the option A is the right answer. Next, what are indicated by 1 and 2 in the illustration of DNA molecule given below? So ഇവിടെ നമുക്ക് DNA molecule നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ന്യൂക്ലിയോടൈഡ്സിന്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. സോ ന്യൂക്ലിയോടൈഡ്സിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോസിൻ ആണ് അല്ലേ? സൈറ്റോസിൻ എന്താണ്? നൈട്രജൻ ബേസ് ആണ്. സോ ഫസ്റ്റ് കമ്പോണന്റ് നമുക്ക് എന്ത് പറയാം? നൈട്രജൻ ബേസ് പ്രസന്റ് ആയിരിക്കും. ന്യൂക്ലിയോടൈഡില് നൈട്രജൻ ബേസ് പ്രസന്റ് ആയിരിക്കും. ദെൻ സെക്കൻഡ് എന്താണെന്ന് നോക്കിക്കേ, നമുക്ക് ഇവിടെ പെൻഡോസ് ഷുഗർ കാണാനായിട്ട് പറ്റും അല്ലെ? 5 കാർബൺ ഷുഗർ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷുഗർ മോളിക്യൂൾ പ്രസന്റ് ആയിരിക്കും. ദെൻ തേർഡ് വൺ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പ്രസന്റ് ആയിരിക്കും. സോ ഈ മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്? ഫോസ്ഫേറ്റ്. സോ ഫോസ്ഫേറ്റ്, ദെൻ പെൻഡോസ് ഷുഗർ ആൻഡ് നൈട്രജൻ ബേസസ്, ഇവർ 3 പേരും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ അപ്പോൾ ഏത് ന്യൂക്ലിയോടൈഡ് ആണ്? സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം DNA-യിൽ ബേസ് പെയറിംഗ് ഉണ്ട് അല്ലേ? അപ്പോൾ സൈറ്റോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡുമായിട്ട് ബേസ് പെയർ ചെയ്യുന്നത് ഏത് ന്യൂക്ലിയോടൈഡ് ആയിരിക്കും? നമുക്കറിയാം ഏതാണ്? ഗ്വാനിൻ ആണല്ലേ? സോ ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഏതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് ഈസ് ഗ്വാനിൻ അല്ലെ? ഗ്വാനിൻ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഓൾസോ എ നൈട്രജൻ ബേസ്, റൈറ്റ്? ഓക്കെ, പിന്നീട് 2 എന്ന് പറയുന്നപ്പോൾ എന്താണ്? നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു അല്ലേ? ദ 2 ഈസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ദെൻ നമുക്ക് മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് നോക്കാം.
നമ്മൾ പറഞ്ഞു the guanine is always base pair with the cytosine. എത്ര ഹൈഡ്രജൻ ബോൺസിന്റെ പ്രസൻസിലാണ്? In the presence of 3 hydrogen bonds. So 3 H ബോൺസിനാലാണ് ഇവർ പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ, സോ DNA യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ന്യൂക്ലിയോടൈഡിന്റെ ബേസിക് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, so next, analyze the given symptoms and identify the disease. So നമുക്ക് ഒരുപാട് ഡിസീസസിനെ പറ്റിയും അവരുടെ സിംറ്റംസ്, അവരുടെ കോസറ്റീവ് ഓർഗാനിസംസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് സിംറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ഈ സിംറ്റംസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഏതാണ് ഡിസീസ് എന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലെ. നോക്കാം എന്തൊക്കെയാണ് സിംറ്റംസ്. സോ ലോ മെറ്റബോളിക് റേറ്റ്, then hypertension and inflammation in tissues. So these are the different symptoms. അല്ലെ, ഈ സിംറ്റംസ് വെച്ചിട്ട് we have to identify the disease. ഏതാണ് ഡിസീസ്? ഇപ്പൊ തന്നെ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നതാണ് അല്ലെ, മിക്സഡിമ. സോ മിക്സഡിമ എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്കറിയാം. സോ പ്രൊലോങ്ഡ് തൈറോക്സിൻ ഡെഫിഷ്യൻസി ഇൻ അഡൾട്ട് അല്ലെ. സോ ഒരു അഡൾട്ട് ഇൻഡിവിജ്വലില് പ്രൊലോങ്ഡ് ആയിട്ടുള്ള തൈറോക്സിൻ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് മിക്സഡിമ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണ് മറ്റുള്ള സിംറ്റം നമുക്ക് നോക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും sluggishness, then increase in body weight, increase in body weight. So these are the different symptoms. Okay, so the answer is myxedema. Okay, next, based on the given model, make a suitable pair from the following box. So നമുക്ക് ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്, ചാൾസ് ഡാർവിൻ, the theory of natural selection. സോ ഇവിടെ നമുക്കൊരു ബോക്സിൽ കുറെ പേരുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കാം, ഹ്യൂഗോ ഡിവ്രിസ്, ലാൻഡ്മാർക്ക്, then chemical evolution theory, panspermia, mutation theory, റോബർട്ട് മാൽത്തസ്. സോ ഇവിടെ ചാൾസ് ഡാർവിൻ ആണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും മറ്റൊരു പെയറിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏതാണ്? ഹ്യൂഗോ ഡിവ്രിസ്, then മ്യൂട്ടേഷൻ തിയറി. ഓക്കെ, സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ദ ആൻസർ ഹ്യൂഗോ ഡിവ്രിസ്, മ്യൂട്ടേഷൻ തിയറി. then what about mutation? സോ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? മ്യൂട്ടേഷൻ ഈസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദി ഹെറിഡിറ്ററി മെറ്റീരിയൽ. സോ നമ്മുടെ DNA-യിലേക്ക് ഉണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. ഒരു ജനറേഷനിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ് അല്ലേ. സോ അതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ മ്യൂട്ടേഷനിലൂടെ പുതിയ പുതിയ സ്പീഷീസുകൾ എമേർജ് ചെയ്ത് വരും. ഓക്കെ, നെക്സ്റ്റ്, in plants, which is the chemical substance that prevents the germs that have crossed the cell wall from entering the cell membrane. സോ പ്ലാന്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് നമുക്കറിയാം സെൽ മെംബ്രെയിൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ലെയർ പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള സെൽ വോൾ പ്രസന്റ് ആയിരിക്കും. സോ ജേംസ് അല്ലെങ്കിൽ പാത്തജൻസ് എന്ന് പറയുന്നത് സെൽ വോൾ എൻ്റർ ചെയ്ത് പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് എങ്ങോട്ട് എൻ്റർ ആകാൻ ചാൻസ് കൂടുതലാണ്? സെല്ലിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ സെൽ വോൾ കടന്നു വരുന്ന ജേംസിനെ എന്ത് ചെയ്യണം? നമ്മൾ പ്ലാന്റ്സിനെ പ്രിവെന്റ് ചെയ്യണം. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? കാലോസ് അല്ലേ. സോ കാലോസ് ആണ് ആൻസർ ആയിട്ട് വരിക. കാലോസ് ആണ് പ്രിവെന്റ് ചെയ്യുക, സെൽ മെംബ്രെയിൻ കടന്നു പോവാതെ അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ ജേംസ് എന്ത് ചെയ്യുന്നു? ആ ഒരു ജേംസ് സെൽ മെംബ്രെയിൻ കടന്ന് ആ ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. ആരാണ് അവിടെ മെയിൻ ആയിട്ടുള്ള റോള്? കാലോസ്. സോ കാലോസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് പ്ലാന്റ് പോളിസാക്കറൈഡ്. കാലോസ് അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ജേംസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. സോ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള പെയറിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് പെയർ നോക്കാം. ജങ്ക് ജീൻസ്. എന്താണ്? ദ ഫങ്ഷണൽ ജീൻസ് ടേക്ക് പാർട്ട് ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, സോ അത് കറക്റ്റ് പെയർ ആണോ? നോക്കാം അല്ലേ. സെക്കൻഡ് നോക്കിക്കേ, ഇന്റർഫെറോൺസ്. ദ ജനറ്റിക് സിസേഴ്സ് യൂസ്ഡ് ടു കട്ട് ജീൻസ്. Then third നോക്കാം, genome. The complete genetic material
present in an organism. Okay, next, endorphin, the proteins used for the treatment of growth disorders. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ ആൻസർ ഓൾറെഡി കണ്ടെത്തി കാണും അല്ലേ? ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആൻസർ എന്ന് പറയുന്നത് ഇതാണല്ലേ, ഓപ്ഷൻ സി ആയിട്ട് നമുക്ക് പറയാം. ജീനോം എന്താണ്? ദ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയലിനെയാണ് അല്ലെ, കംപ്ലീറ്റ് DNA ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീനോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ദ ഫങ്ഷണൽ ജീൻസ് ടേക്ക് പാർട്ട് ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ എന്തായിരിക്കും അതിന്റെ ആൻസർ? എക്സോൺസ്. ഓക്കെ, സോ എക്സോൺസ് DNA-യിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് സെല്ല് എന്തിനെ സിന്തസൈസ് ചെയ്യുന്നത്? പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്നത് അല്ലെ. പലതരത്തിലുള്ള പ്രോട്ടീൻസിനെ സെല്ല് സിന്തസൈസ് ചെയ്യുന്നത് DNA-യിലുള്ള ഇൻഫർമേഷൻസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ DNA നോക്കുകയാണെങ്കിൽ DNA-യിലുള്ള എല്ലാ പോർഷനിൽ നിന്നും അല്ലെ DNA അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ ജീനോമിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ DNA-യിൽ നിന്നും പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യില്ല. സോ പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ കേപ്പബിൾ അല്ലാത്ത നോൺ കോഡിംഗ് സീക്വൻസസ് DNA ഫ്രാഗ്മെന്റ്സ് എവിടെ പ്രസന്റ് ആണ്? നമ്മളുടെ DNA-യിൽ പ്രസന്റ് ആണ്, നമ്മളുടെ ജനറ്റിക് മെറ്റീരിയലിൽ പ്രസന്റ് ആണ്. പക്ഷേ ഇവിടെ എക്സോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ജീനിന്റെ ആ ഒരു ഫ്രാഗ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ജീനിനെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? എക്സോൺസ് എന്ന് പറയും. സോ എക്സോൺസ് എന്ന് പറയുന്നത് എന്താണ്? കോഡിംഗ് സീക്വൻസസ് ആണ്. കോഡിംഗ് സീക്വൻസ് ആണ്. അതായത് ഈ കോഡിംഗ് സീക്വൻസ് യൂസ് ചെയ്തുകൊണ്ട് സെൽസിന് പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ജങ്ക് ജീൻസ് എന്താണ്? ജങ്ക് ജീൻസ് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യാത്ത നോൺ കോഡിംഗ് സീക്വൻസസ് ആണ്. നോൺ കോഡിംഗ് സീക്വൻസസ്. നോൺ കോഡിംഗ് സീക്വൻസസ്. നോൺ കോഡിംഗ് സീക്വൻസസ് ആണ്. സോ ഇവിടെ നിന്നും നമുക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. ദെൻ ഇന്റർഫെറോൺസ്. ഇന്റർഫെറോൺസ് എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? വൈറൽ ഡിസീസസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ. വൈറൽ ഡിസീസസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ജീനോം ഡിസ്കസ് ചെയ്തു. ഇവിടെ നോക്കിക്കേ, ദ ജനറ്റിക് സിസേഴ്സ് യൂസ്ഡ് ടു കട്ട് ജീൻസ്. സോ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലെ. റെസ്ട്രിക്ഷൻ എൻസൈംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ജനറ്റിക് സിസേഴ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ജീൻസിനെ കട്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് ജനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, എൻഡോർഫിൻ. എൻഡോർഫിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പെയിൻ അല്ലെ. പെയിന് വേണ്ടിയിട്ടാണ് അല്ലെ. സോ പെയിൻ ഒക്കെ ഉള്ള സമയത്താണ് ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ പ്രോട്ടീൻസ് യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെന്റ് ഓഫ് ഗ്രോത്ത് ഡിസോർഡേഴ്സ് ഏതാണ്? സൊമാറ്റോട്രോപിൻ അല്ലെ. കറക്റ്റ്. സോ സൊമാറ്റോട്രോപിൻ. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് എന്താണ്? ജീനോം, ദ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ആൻ ഓർഗാനിസം. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് question. So ഇവിടെ നമുക്കൊരു ജനറൽ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആൻസർ എനി 6 questions from question number 7 to 13. Each carries 2 scores. ഓരോ ക്വസ്റ്റ്യൻ എന്താണ്? 2 മാർക്ക് വീതമാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, suitably arrange the information under the given heading. സോ ഇവിടെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. സോ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സോ നമുക്കറിയാം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് എന്തിന്റെ പാർട്ടാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് അല്ലെ. സോ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. സോ ഈ ഇൻഫർമേഷൻസ് റീഡ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടേബിളിൽ നമ്മൾ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് നോക്കിക്കേ, ഇവോക്സ് സെൻസേഷൻസ്. സെൻസേഷൻസ് ഇവോക്ക് ചെയ്യുന്നത് ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണല്ലേ. സോ നമുക്ക്
ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വായിച്ചു നോക്കാം. കോർഡിനേറ്റ്സ് ദ റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ഡ്യൂറിങ് വാക്കിംഗ് ആൻഡ് റണ്ണിങ്. ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്രെയിനിന്റെ ആണോ? അല്ല, സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ ആണ്. സോ സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ ആണ്. Then impulses from the different parts of the body are transmitted to and from the brain. സോ ഇവിടെ നോക്കിക്കേ, ഇപ്പൊ തന്നെ ബ്രെയിൻ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആരാണ്? സ്പൈനൽ കോഡാണ്. സോ സ്പൈനൽ കോഡാണ് പല തരത്തിലുള്ള ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിനിലേക്കും അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നും ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്കും കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സ്പൈനൽ കോഡാണ്. Then coordinates muscular activities and maintains equilibrium of the body. ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണ് അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓരോ ഫംഗ്ഷൻസും ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ? ഓരോ ഇൻഫർമേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ടേബിൾ വരച്ച് തന്നെ നമ്മൾ ആൻസർ എഴുതുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. Then evokes sensations and coordinates muscular activities and maintains equilibrium of the body. Then spinal cord എന്താണ്? coordinates the repeated movements during walking and running. അതുപോലെ തന്നെ റിഫ്ലെക്സ് ആക്ഷൻസിലും ആർക്ക് മേജർ ആയിട്ടുള്ള റോൾ ഉണ്ട്? സ്പൈനൽ കോഡിന് മേജർ ആയിട്ടുള്ള റോൾ ഉണ്ട്. Then impulses from different parts of the body are transmitted to and from the brain. ഓക്കെ, സോ ബ്രെയിൻ ആണെങ്കിലും സ്പൈനൽ കോഡ് ആണെങ്കിലും നമുക്കറിയാം കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? മെനിഞ്ചസ് ആണ്. ഓക്കെ, next, analyze the following illustration and answer the questions. So നമുക്ക് ഇവിടെ illustration തന്നിട്ട് നോക്കാം. Bacteria, human being. Then energy is stored in ATP molecules. Then genes determine hereditary traits. ഇവിടെ നോക്കിക്കേ, what proof of evolution does the illustration give? സോ ഇവിടെ നമ്മൾ ബാക്ടീരിയ ആൻഡ് ഹ്യൂമൻ ബീങ്. സോ ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിസെല്ലുലാർ ആണ്, പ്രോക്യാരിയോട്ടിക് ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്, യൂക്യാരിയോട്ടിക് ഓർഗാനിസം ആണ്. സോ ഇവിടെ ബാക്ടീരിയയും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്ങിനെ നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ നമുക്ക് ഒരുപാട് ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. പക്ഷേ ഇവരുടെ സെല്ലുലാർ ലെവലിലും അതുപോലെ തന്നെ ഫിസിയോളജിയിലും നമുക്ക് കുറച്ച് സിമിലാരിറ്റീസ് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നോക്കിക്കേ, എനർജി. സോ ഹ്യൂമൻ ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ATP മോളിക്യൂൾസിന്റെ ഫോമിലായിരിക്കും. അതുപോലെ തന്നെ ജീൻസ് ആയിരിക്കും. ഹെറിഡിറ്ററി ട്രേറ്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ജീൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാം എൻസൈംസ് ആയിരിക്കും കെമിക്കൽ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഇവരായിരിക്കും മേജർ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹ്യൂമൻസിലും ബാക്ടീരിയാസിലും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇലസ്ട്രേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? സോ ഇങ്ങനെ സിമിലാരിറ്റീസ് കാണിക്കണമെങ്കിൽ ഇവർ എവിടെ നിന്നായിരിക്കാം ഒറിജിനേറ്റ് ചെയ്തത്? ഒരു കോമൺ ആയിട്ടുള്ള ആൻസെസ്റ്ററിൽ നിന്നായിരിക്കാം ഈ പറഞ്ഞ ഓർഗാനിസംസ്, ഡിഫറെന്റ് സ്പീഷീസുകൾ എമർജ് ചെയ്ത് അല്ലെങ്കിൽ ഫോം ചെയ്ത് വരുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയി. കാര്യം എന്താണ്? ഇതുപോലുള്ള ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ബയോ കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ഫിസിയോളജിയിലും സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. Okay, നോക്കിക്കേ, so biochemistry and physiology, different species that exist today have a common ancestor. Okay, second question നമുക്ക് നോക്കാം. Does the study of homologous organs give similar proof? How? So എന്താണ് homologous organs? So homologous organs are the organs that have similar structure. So അവർക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ അവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, സിമിലർ ആയിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് forelimbs, so if we are considering the forelimbs of lizards, then bats and whales, okay, ഈ forelimbs നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ forelimbsന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ forelimbs എന്ന് പറയുന്നത് ന്യൂറോൺസ് പ്രസന്റ് ആയിരിക്കും, നെർവ്സ് പ്രസന്റ് ആയിരിക്കും, മസിൽസ് പ്രസന്റ് ആയിരിക്കും, ബോൺസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമിലർ ആണ്. സോ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. പക്ഷെ അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം എക്സ്റ്റേണൽ അപ്പിയറൻസ് ഡിഫറെന്റ് ആയിട്ട് വന്നത്? കാര്യം നമ്മളിപ്പോ നോക്കുകയാണ്, ബാറ്റും അതുപോലെ തന്നെ ലിസേർഡും എന്ന് പറയുന്നത് എന്താണ്? ടെറസ്ട്രിയൽ ആനിമൽസ് ആണ് അല്ലെ? ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലാണ് അവർ ജീവിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇഫ് വി ആർ കൺസിഡറിങ് വെയിൽസ് അല്ലെ, സോ വെയിൽസിന്റെ ഹാബിറ്റാറ്റ് ഏതാണ്?
അക്വാട്ടിക് ഹാബിറ്റാറ്റ് ആണ്. സോ ഇങ്ങനെയുള്ള അവരുടെ ഹാബിറ്റാറ്റുമായിട്ടുള്ള അഡാപ്റ്റേഷൻ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൽ എക്സ്റ്റേണൽ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇവിടെ ഹോമോലോഗസ് ഓർഗൻസിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് സ്പീഷീസുകൾ ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്ന്. സോ യെസ്, വി ക്യാൻ ഒബ്സർവ് ബേസിക് സിമിലാരിറ്റീസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസ് ഈവൻ ഇൻ ലിവിംഗ് ബീങ്സ് ഓഫ് ഡിഫറെന്റ് സ്പീഷീസ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, വെയിലിന്റെ കേസിലും ലിസാർഡും അതുപോലെ തന്നെ ബാറ്റിന്റെ കേസിലും നമ്മൾ ഓൾറെഡി പറഞ്ഞു. Then the external structure of the organs varies. എന്തുകൊണ്ടാണ്? Because they are to do different functions. Okay, then all these give clear evidence that there was a common ancestor. So എന്താണ്? ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ഈ കോമൺ ആൻസിസ്റ്ററിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന സ്പീഷീസുകൾ എമർജ് ചെയ്ത് വന്നത്. Okay, so for all these living beings, so comparative morphology gives us enough evidence to prove evolution. Okay, so ഈ എവല്യൂഷനിൽ ഹോമോലോഗസ് ഓർഗൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, 9th question. Analyze the following statements related to certain diseases and give the reasons for each. So ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? In hepatitis, dark yellow color appears in white portion of the eyes and the nails. Then second, in diphtheria, an ash colored thick coating forms in the throat. സോ ഇവിടെ ഫസ്റ്റ് കേസ് എന്താണ്? ഹെപ്പറ്റൈറ്റിസിന്റെ കേസാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഹെപ്പറ്റൈറ്റിസ് ഉള്ള ആള് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ കണ്ണിന്റെ വൈറ്റ് പോർഷനിൽ യെല്ലോ കളർ ഉണ്ടായിരിക്കും, നമ്മളുടെ നെയിൽസിൽ യെല്ലോ കളർ ഉണ്ടായിരിക്കും. ഇതെന്തുകൊണ്ടാണ്? സോ ഇവിടെ ബൈൽ നമുക്കറിയാം ലിവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് ബൈൽ ജ്യൂസ് എന്ന് പറയുന്നത്. സോ ഈ ബൈൽ ജ്യൂസിന്റെ ഫ്ലോ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആയി. സോ ഈ ബൈൽ ജ്യൂസിന്റെ ഫ്ലോ ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സന്റെ ബ്ലഡില് ബൈൽ ജ്യൂസ് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള പിഗ്മെന്റ് ആയിട്ടുള്ള ബിലിറൂബിന്റെ കണ്ടന്റ് കൂടുതൽ. ഓക്കെ, സോ ബിലിറൂബിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതിന്റെ റിസൾട്ട് ആയിട്ടാണ് ആ ഒരു ഇൻഡിവിജ്വലിന്റെ കണ്ണിലൊക്കെ എന്ത് നമുക്ക് കാണാൻ പറ്റുന്നത്? യെല്ലോ കളറ് കാണാനായിട്ട് പറ്റും. ഓക്കെ, the flow of bile secreted by the liver is blocked. Then there will be an increase in the level of bile pigment called bilirubin in the blood. സോ ഇവിടെ ബിലിറൂബിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബിലിറൂബിൻ ഓർത്തിരിക്കുക. സോ ബിലിറൂബിന്റെ ലെവല് ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് വിൽ ലീഡ്സ് ടു the formation of yellow color, അല്ലെ, dark yellow color to the mucous membrane, the nails and the white portion of the eyes. So second case എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിഫ്തീരിയയുടെ കേസ് ആയിരുന്നു അല്ലെ. സോ ഡിഫ്തീരിയ, in diphtheria an ash color thick coating forms in the throat. സോ ഇവിടെ ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് കോറിനി ബാക്ടീരിയം, ഡിഫ്തീരിയെ അല്ലെ, കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്നതാണ് കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. സോ ഇത് എന്തിനാണ് അഫക്ട് ചെയ്യുന്നത്? നമ്മളുടെ മ്യൂക്കസ് മെംബ്രെയിനാണ്. സോ നോസിലും അതുപോലെ തന്നെ ത്രോട്ടിലുള്ള മ്യൂക്കസ് മെംബ്രെയിനിലാണ് അഫക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ബാക്ടീരിയ നമ്മളുടെ ബോഡിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്ത് 2-3 ദിവസം കഴിയുമ്പോഴേക്കും എന്താണ് നമ്മുടെ ത്രോട്ട് പോർഷനിൽ നമുക്ക് തിക്കായിട്ടുള്ള കോട്ടിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ബാക്ടീരിയ സിന്തസൈസ് ചെയ്യുന്ന ടോക്സിൻസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിലുള്ള സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. സോ ഇങ്ങനെ ഈ സെൽസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് അവിടെ നമ്മുടെ ത്രോട്ട് പോർഷനിൽ വൈറ്റ് ആഷ് കളറിലുള്ള കോട്ടിങ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, diphtheria affects mucous membrane of the nose and the throat. The bacteria produce certain toxin that destroy the cells of the mucous membrane. Clear ആയോ? Then the cells destroyed by the toxins produce an ash colored thick coating in the throat. Okay, next question. Observe the picture and answer the following question. സോ ഇവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ പിക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. മൈലിൻ ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സോ 1 എന്ന് പറയുന്ന പോർഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏതാണെന്ന്. ഓക്കെ, നെയിം ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 1. ഏതാണ് പാർട്ട് എന്ന് പറയുന്നത്?
ആക്സോൺ. ഓക്കെ, സോ 1 എന്ന് പറഞ്ഞ എന്താണ്? ആക്സോൺ ആണ്. സോ ഈ ആക്സോണും അതുപോലെ തന്നെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നതൊക്കെ എന്തിന്റെ പാർട്ടാണ്? നെർവസ് സെല്ലിന്റെ അല്ലെ? സോ നെർവ് സെല്ലിന്റെ പാർട്ടാണ്. Then how does myelin sheath form? സോ ഇവിടെ നോക്കിക്കേ, ആക്സോൺ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ സെൽ ബോഡിയിൽ നിന്നും അല്ലെ, സോ ആ ഒരു ന്യൂറോണിന്റെ സെൽ ബോഡിയിൽ നിന്നും എമേർജ് ചെയ്യുന്ന ലോങ് എക്സ്റ്റൻഷൻ ആണ് ആക്സോൺ എന്ന് പറയുന്നത്. സോ ഈ ആക്സോണിനെ കവർ ചെയ്തിട്ടാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. സോ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ മൈലിൻ ഷീത്ത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സോ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നതിൽ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആർക്കാണ്? ഷ്വാൻ സെൽസിനാണ്. ഓക്കെ, ഷ്വാൻ സെൽസിനായിരിക്കും. ഷ്വാൻ സെൽസ്. സോ ഈ ഷ്വാൻ സെൽസ് റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്തിട്ടാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മളൊരു സാധാരണ ന്യൂറോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത് ഷ്വാൻ സെൽസ് റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്തിട്ടാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, സോ ബ്രെയിനെ സ്പൈനൽ കോഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് the myelin sheath is formed by a specialized cell. സോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒളിഗോഡെൻഡ്രോസൈറ്റ് സെല്ലുകൾ എൻസർക്കിൾ ചെയ്തിട്ടാണ് ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. സോ നോക്കിക്കേ, മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്, ബട്ട് മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. അപ്പൊ ഇത് മിസ്റ്റേക്ക് ആണ് അല്ലെ, മിസ്റ്റേക്ക് ആയി പോവരുത് നിങ്ങൾ അല്ലെ, തിരിഞ്ഞു പോവരുത്. സോ നെർവിന്റെ കേസിലാണ് ഷ്വാൻ സെൽസ് കൊണ്ട് മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിന്റെ കേസിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് സെല്ലുകൾ കൊണ്ടാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, analyze the table related to human chromosomes and arrange the column B in accordance with the column A. സോ ഇവിടെ നമുക്ക് കോളം A ആൻഡ് കോളം B തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സോ സെക്സ് ക്രോമസോംസ്, somatic chromosomes, the chromosomes in sperms, the chromosomes in ovum. ഓക്കെ, ഇതാണ് എ പാർട്ടിൽ നമുക്ക് തന്നിരിക്കുന്നത്. സോ കോളം എയിൽ തന്നിരിക്കുന്നത്. കോളം ബിയിൽ നോക്കിക്കേ, 22 plus X, 44 plus XY, 22 pairs, XY, 22 plus X, 22 plus Y. അപ്പൊ നോക്കാം, ഇവിടെ നമുക്കറിയാം സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് ഏതാണ്? ഹ്യൂമൻസിൽ കാണുന്ന സെക്സ് ക്രോമസോം ഏതാണ്? എക്സ് ആൻഡ് വൈ അല്ലെ. സോ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് സെക്സ് ക്രോമസോംസ് ഹ്യൂമൻസിൽ പ്രസന്റ് ആണ്. സോ ഹ്യൂമൻ സെല്ലിൽ നമുക്ക് ഡിപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ഡിപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത് സോ 46 ആണല്ലേ. സോ 46 ക്രോമസോംസ് എവിടെ പ്രസന്റ് ആയിരിക്കും? 46 ക്രോമസോംസ് നമ്മളുടെ ഇൻഡിവിജ്വൽ സെല്ലിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ സെല്ലിന്റെ ന്യൂക്ലിയസിനുള്ളിൽ 46 ക്രോമസോംസ് പ്രസന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം 23 പെയർസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇവിടെ സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് എക്സ് വൈ ആയിരിക്കും. നെക്സ്റ്റ് നോക്കിക്കേ, സൊമാറ്റിക് ക്രോമസോംസ്. സോ സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേര് പറയാം ഓട്ടോസോംസ് എന്ന് നമുക്ക് പറയാം. ഓട്ടോസോംസ് എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ ഓട്ടോസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് എത്രയായിരിക്കാം ഉണ്ടായിരിക്കുക? 22 പെയർസ്. 22 പെയർസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 44 ക്രോമസോംസ്. സോ 22 പെയർസ് ഓർ 44 ആയിരിക്കും ഓട്ടോസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയും. സോ 22 പെയർസ് എന്ന് പറയുന്നതായിരിക്കും. നെക്സ്റ്റ്, ദ ക്രോമസോംസ് ഇൻ സ്പേംസ്. സോ സ്പേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഗമേറ്റ്സ് ഉണ്ട് അല്ലെ. സോ സ്പേം എന്ന് പറയുന്നത് എക്സ് ക്രോമസോം കണ്ടെയ്ൻ ചെയ്യുന്ന സ്പേംസ് ഉണ്ട്, വൈ സെക്സ് ക്രോമസോം കണ്ടെയ്ൻ ചെയ്യുന്ന ക്രോമസോംസും ഉണ്ടായിരിക്കും. അപ്പോൾ ക്രോമസോംസ് ഇൻ സ്പേംസ് നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 22 plus X. അപ്പൊ ഈ 22 എന്താണ്? 22 ഓട്ടോസോംസ് ആണല്ലേ. സോ 22 ഓട്ടോസോംസ് പ്ലസ് എക്സ്. നെക്സ്റ്റ് നോക്കിക്കേ, 22 ഓട്ടോസോംസ് പ്ലസ് വൈ. ക്ലിയർ ആയോ? നമുക്കറിയാം ഗമേറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഡിപ്ലോയിഡ് നമ്പർ എന്ത് ചെയ്യുന്നു? ഡിപ്ലോയിഡ് നമ്പർ മാറി ഹാപ്ലോയിഡ് നമ്പർ ആയിട്ട് മാറുന്നു അല്ലെ. 46 ക്രോമസോം നമ്പർ മിയോട്ടിക് ഡിവിഷനിലൂടെ റെഡ്യൂസ് ചെയ്ത് 23 നമ്പർ ആയിട്ട് മാറി. അപ്പൊ 22 ഓട്ടോസോംസ് പ്ലസ് 1 സെക്സ് ക്രോമസോം. അപ്പൊ എന്ത് ചെയ്തു? ടോട്ടൽ 23 ആയല്ലോ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ദ ക്രോമസോം ഇൻ സ്പേംസ് 22 plus X, 22 plus Y. Clear. Next, the chromosomes in ovum.
ഓവത്തിൽ അപ്പോൾ എന്താണ്, നമുക്കറിയാം ഓവം എന്ന് പറയുന്നതാണ് സിംഗിൾ ടൈപ്പ് തന്നെയാണ് അല്ലെ. സോ XX എന്ന് പറയുന്നതാണ് ഫീമെയിലിൽ കാണുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ടൈപ്പ് മാത്രമായിരിക്കും ഗമേറ്റ് ഫോം ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം, 22 plus X. ഓക്കെ, സോ നമുക്കിവിടെ ആൻസർ ഓൾറെഡി തന്നിട്ടുണ്ട്. സെക്സ് ക്രോമസോംസ് XY, ദെൻ സൊമാറ്റിക് ക്രോമസോം 22 പെയർസ്, അല്ലെങ്കിൽ എന്താണ് 44 നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ക്രോമസോംസ് ഇൻ സ്പേംസ് 22 plus X, 22 plus Y. Then the chromosomes in ovum 22 plus X. Okay. Next, the functions of the cells in specific difference are illustrated below. Identify 1, 2, 3 and 4. Okay, so നമുക്ക് ഇവിടെ lymphocytes, so നമുക്ക് ഇവിടെ illustration തന്നിട്ടുണ്ട്. So lymphocytes എന്ന് പറയുന്നതാണ്. So lymphocytes നമുക്കറിയാം എത്ര തരത്തിലുണ്ട്, T lymphocytes ഉണ്ട്, B lymphocytes ഉണ്ട് അല്ലേ. T lymphocytes and B lymphocytes present ആണ്. Then B lymphocytes നോക്കിക്കേ, matures in the bone marrow. അപ്പോൾ T lymphocytes എവിടെയാണ് mature ചെയ്യുന്നത്, mature in എവിടെയാണ്, ഏത് ഗ്ലാൻഡിലാണ്, thymus gland. mature in thymus gland. Okay, next നോക്കിക്കേ, T lymphocytes destroy cancer cells അല്ലേ. സോ ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് other defense cells. Okay, so ipo nokkike, B lymphocyte matures in the bone marrow, then neutralize the toxin of the antigen. Then next namukku ivide 4 aanale. So 4 nammal identify cheyanam. So it also stimulate other WBCs. It stimulates white blood cells and thus helps to destroy various pathogens. Okay, so 1 എന്ന് പറയുന്നത് ഏതാണ്, B lymphocyte ആണ്, നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തു കഴിഞ്ഞു അല്ലേ. 2 എന്ന് പറയുന്നത് mature in the thymus gland. സോ നമ്മളുടെ T lymphocytes mature ചെയ്യുന്നത് thymus glandലായിരിക്കും. Then T lymphocyte stimulate the other defense cells and also destroy cells affected by virus. Then so the B lymphocyte disintegrate the cell membrane of bacteria or kill them, then stimulate other white blood cells അല്ലെ. മറ്റുള്ള white blood cellsനെ കൂടി stimulate ചെയ്യുന്നു, അതുപോലെ തന്നെ helps to destroy various pathogens. Okay, next, analyze the following statement and answer the questions. Though hemophilia is not completely curable, temporary relief can bring in. നോക്കിക്കേ, how temporary relief can bring in, then why complete cure is not possible. So ഹീമോഫീലിയയുടെ കേസിൽ നമുക്കറിയാം, ഹീമോഫീലിയ എന്ന് പറയുന്നത് ജനറ്റിക് ഡിസോർഡർ ആണല്ലേ. സോ നമുക്കറിയാം നമ്മുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലും ഒരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ, ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ ആ മുറിവിലൂടെ ബ്ലഡ് ലോസ് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു മുറിവുണ്ടായി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ബ്ലഡ് ക്ലോട്ട് അവിടെ ഫോം ചെയ്യുന്നു. സോ നമ്മളുടെ ബോഡിയിലുള്ള ബ്ലഡിലെ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ, പ്ലാസ്മ മെംബ്രെയിനുള്ള ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്നത്. സോ ഇവിടെ ഹീമോഫീലിയ ഉള്ള ആളുകളുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ അല്ലെ, സോ അവരുടെ ബോഡിയിൽ ഈ പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്ന ജീൻസിന് ഡിഫക്റ്റ് സംഭവിച്ചിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ബ്ലഡ് ക്ലോട്ടിങ് അവിടെ പോസിബിൾ ആയിരിക്കില്ല. കാര്യം എന്താണ്, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നില്ല അല്ലെ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കുന്നില്ല. സോ ഹീമോഫീലിയ ഉള്ള ആളുകളിൽ ചെറിയൊരു മുറിവിൽ അല്ലെ, വളരെ മൈനർ ആയിട്ടുള്ള ഒരു വൂണ്ടിൽ നിന്ന് പോലും ഒരുപാട് ബ്ലഡ് ലോസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പൊ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫ് നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. എങ്ങനെയാണ്, ആ ഒരു പർട്ടിക്കുലർ പ്രോട്ടീനെ ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മൾ ഇൻജക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫ് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് പറ്റാത്തത്, നോൺ പാത്തോജനിക് ഡിസീസ് ആണല്ലേ, അതായത് ജനറ്റിക് ഡിസോർഡർ ആണ് അല്ലെ, ജനറ്റിക് ഡിസീസ് ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ക്യൂർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഹീമോഫീലിയ ക്രിസ്മസ് ഡിസീസ് എന്ന് പറയാറുണ്ട്. Okay, so temporary relief is obtained by identifying the deficient protein and injecting it.
എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ക്യൂർ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് പറ്റാത്ത എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസീസ്. ഓക്കെ, നെക്സ്റ്റ്. Answer any 5 questions from question number 14 to 20. Each carries 3 scores. So 3 മാർക്കാണ്. നോക്കിക്കേ. Observe the given steps related to the experience of taste and arrange them properly. So ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. സോ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ. നോക്കിക്കേ ഇവിടെ the impulses reach the brain through nerve. Then the taste detecting chemoreceptors are stimulated. Then the substance reach the taste buds through saliva. Substance responsible for the taste dissolved in saliva forms the experience of taste. Impulses form in the chemical receptors. So ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യണം അല്ലേ? സോ നമ്മൾ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ വേരിയസ് സ്റ്റെപ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ അറേഞ്ച് ചെയ്യണം. സോ ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ? എന്താ ഏതാണ്? ദ സബ്സ്റ്റൻസ് റീച്ച് ദ ടേസ്റ്റ് ബഡ് ത്രൂ സലൈവ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഏതായിരിക്കും? ദ സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ഡിസോൾവ്സ് ഇൻ സലൈവ. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ഒരു ടേസ്റ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് സലൈവയുമായിട്ട് മിക്സ് ആവണം. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് തേർഡ് സ്റ്റെപ്പ് നോക്കിക്കേ. ദ ടേസ്റ്റ് ഡിറ്റക്ടിങ് കീമോറിസെപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ ആ ഒരു സബ്സ്റ്റൻസ് ഡിസോൾവ് ആകുന്നതിന്റെ റിസൾട്ട് ആയിട്ട് കീമോറിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്നു. സോ ദിസ് സ്റ്റെപ്പ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. സോ ദ ടേസ്റ്റ് ഡിറ്റക്ടിങ് കീമോറിസെപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ്. സോ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും അല്ലേ? സോ ദ ഇമ്പൾസസ് ഫോം ഇൻ ദ കീമോറിസെപ്റ്റേഴ്സ്. സോ ഇമ്പൾസുകൾ ജനറേറ്റ് ചെയ്യുന്നു. സോ ദിസ് വൺ ഈസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്? നോക്കിക്കേ, ദ ഇമ്പൾസസ്. സോ ഇവിടെ കീമോറിസെപ്റ്റേഴ്സിൽ ഫോം ചെയ്ത ഇമ്പൾസസ് ഇനി എങ്ങോട്ട് വരണം? ബ്രെയിനിലേക്ക് വരണം അല്ലേ? സോ ദ ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ നെർവ്. ഓക്കെ, സോ ഇതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു? ബ്രെയിനിലേക്ക് വരുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു. സോ ഫോംസ് ദി എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ്. സോ ദിസ് വൺ ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. Okay, so the substance responsible for taste dissolved in saliva, then substance reach the taste buds through saliva, then the taste detecting chemoreceptors are stimulated, then impulse generate ചെയ്യപ്പെടുന്നു. ഈ impulse എന്ത് ചെയ്യുന്നു? ബ്രെയിനിലേക്ക് വരുന്നു, നെർവിലൂടെ ബ്രെയിനിലേക്ക് വരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? It forms the experience of taste. Okay, next. Analyze the part of an illustration related to genetic engineering and answer the following questions. So, ഇവിടെ നോക്കിക്കേ, insulin producing gene, plasmid with the insulin producing gene. നോക്കിക്കേ, add further steps and complete the illustration. So, ഇവിടെ genetic engineeringലൂടെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ബാക്കി സ്റ്റെപ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഇമേജും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? നോക്കാം. സെക്കൻഡ് നോക്കിക്കേ, മെൻഷൻ എനി അതർ അഡ്വാൻറ്റേജസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഹ്യൂമൻ സെല്ലിൽ നമുക്ക് കാണാം, ബാക്ടീരിയ കാണാനായിട്ട് പറ്റും. സോ ഹ്യൂമൻ സെൽസ് അല്ലെ ഹ്യൂമൻ DNA എന്തിന്റെ ജീൻ പ്രസന്റ് ആണ്? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ പ്രസന്റ് ആണ് അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ we have to isolate the gene which is responsible for the production of insulin, right? So cutting of insulin gene. അപ്പോൾ ഇവിടെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ജനറ്റിക് സിസേഴ്സ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ ജീനിനെ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നോക്കിക്കേ, ബാക്ടീരിയ. സോ ബാക്ടീരിയയിൽ നമുക്കറിയാം അവരുടെ ജനറ്റിക് മെറ്റീരിയൽ അല്ലാതെ സർക്കുലർ ആയിട്ടുള്ള പ്ലാസ്മിഡ് പ്രസന്റ് ആയിരിക്കും അല്ലെ? എക്സ്ട്രാ സെല്ലുലാർ അല്ലെങ്കിൽ എക്സ്ട്രാ ക്രോമസോമൽ DNA പ്രസന്റ് ആയിരിക്കും. സോ ഇവിടെ പ്ലാസ്മിഡ്സിനെയും കൂടി എന്ത് ചെയ്യുന്നു? ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. സോ ബാക്ടീരിയയിൽ നിന്നും പ്ലാസ്മിഡ്സിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. പിന്നീട് എന്താ ചെയ്യുന്നത്? ഈ ഇൻസുലിൻ ജീനിനെ എങ്ങോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു? നമ്മളുടെ പ്ലാസ്മിഡിലേക്ക് അല്ലെ? ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത പ്ലാസ്മിഡിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു.
ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ലിഗേസ് യൂസ് ചെയ്യുന്നു അല്ലെ, ഇവിടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്യുന്നു. സോ ഇവിടെ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസുലിൻ ജീനിനെ കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം നോക്കിക്കേ, ഈ ഇൻസുലിൻ ജീനിനെ എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്ലാസ്മിഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പ്ലാസ്മിഡിനെയും നമ്മൾ ഇവിടെ കട്ട് ചെയ്തു അല്ലെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെയും എന്ത് യൂസ് ചെയ്തു, റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്തു. റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്ത് പ്ലാസ്മിഡ്സിൽ കട്ട് ഉണ്ടാക്കി. സോ ആ കട്ട് ആയ പോർഷനിലേക്ക് നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ ലിഗേറ്റ് ചെയ്യുന്നു. സോ ലിഗേസ് ഇവിടെ യൂസ് ചെയ്തു. നോക്കിക്കേ, ജോയിനിങ് ഇൻസുലിൻ ജീൻ വിത്ത് പ്ലാസ്മിഡ്. പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ പ്ലാസ്മിഡിനെ എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ബാക്ടീരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ദ പ്ലാസ്മിഡ് വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി ബാക്ടീരിയൽ സെൽ. സോ ബാക്ടീരിയ എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ബൈനറി ഫിഷനിലൂടെ അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാറുണ്ടല്ലേ. സോ പിന്നീട് നോക്കിക്കേ, ഈ ബാക്ടീരിയ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ അവരെ കൾച്ചർ ചെയ്യുന്നു. ഓക്കെ, സോ ബാക്ടീരിയ ദാറ്റ് മൾട്ടിപ്ലൈ ഇൻ ദ കൾച്ചർ മീഡിയം പ്രൊഡ്യൂസ് ഇൻആക്റ്റീവ് ഇൻസുലിൻ. സോ ഇവിടെ നിന്ന് നമുക്ക് ഇൻസുലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെ. സോ ഇൻആക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസുലിനെ നമുക്ക് ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ബാക്ടീരിയ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, കൂടുതൽ പ്രോട്ടീൻസ് അല്ലെ കൂടുതൽ ഇൻസുലിനെ നമുക്ക് ഇവിടെ നിന്നും സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു. സോ പിന്നീട് ഈ ഇൻആക്റ്റീവ് പ്രോട്ടീനിനെ ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ദ ആക്റ്റീവ് ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദിസ് ഇൻആക്റ്റീവ് ഇൻസുലിൻ. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ ഹ്യൂമൻ ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ ഉള്ളത് നോക്കാം. ഫസ്റ്റ്, മെഡിസിൻ. So genetically modified plants and animals that can produce medicines അല്ലെ, നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു അല്ലെ. സോ ഇവിടെ മെഡിസിൻ, ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്, മെഡിസിൻ ആണ് അല്ലെ. സോ ഇങ്ങനെയുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും യൂസ് ചെയ്തിട്ട് നമുക്ക് പലതരത്തിലുള്ള മെഡിസിൻസ് ഡിറൈവ് ചെയ്യാം. അതുപോലെ തന്നെ ജീൻ തെറാപ്പി ക്യാൻ ക്യൂർ ജനറ്റിക് ഡിസീസ്. ദെൻ ഫോറൻസിക് ടെസ്റ്റ്, DNA ടെസ്റ്റ് നടത്താനായിട്ട് പറ്റും അല്ലെ. സോ DNA ടെസ്റ്റ്, പെറ്റേണിറ്റി അല്ലെ. സോ പെറ്റേണിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ഈ ഒരു DNA ടെസ്റ്റിലൂടെ നമുക്ക് പറ്റും. എന്തെങ്കിലും കുറ്റകൃത്യം നടന്ന ഏരിയയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന സാമ്പിൾസിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്ത് DNA ടെസ്റ്റിലൂടെ നമുക്ക് ആ ഒരു കൾപ്രിറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, ദെൻ പെസ്റ്റ് കൺട്രോൾ, പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സ്. ഏതൊക്കെയാണ്, BT കോട്ടൺ അല്ലെ, BT ബ്രിഞ്ചാൾ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ദ ഹൈബ്രിഡൈസേഷൻ പ്രോസസ് ഓഫ് എ ടോൾ റൗണ്ടഡ് seed plant with a dwarf wrinkled seeded plant is illustrated below. Okay, so ഇവിടെ dihybrid cross ആണല്ലേ. സോ പേര് നോക്കിക്കേ, ക്യാപിറ്റൽ T, ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R, ക്യാപിറ്റൽ R. ദെൻ മറ്റൊരു പേര് നോക്കിക്കേ, സ്മോൾ t, സ്മോൾ t, സ്മോൾ r, സ്മോൾ r. സോ tall rounded seeded plant with dwarf seeded plant അല്ലേ. സോ dwarf wrinkled seeded plant. നോക്കാം, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ആൻഡ് ഫിൽ 1 and 2. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്താണ്, 1 and 2 നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ 1 and 2 എന്ന് പറയുന്നത് എന്താണ്, ഗമേറ്റ്സ് ആണ് അല്ലേ. സോ ഗമേറ്റ്സ് ആണ്. സോ ഗമേറ്റ്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ നിന്നും ഫോം ചെയ്യുന്ന ഗമേറ്റ് ഏതായിരിക്കും, ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R ഗമേറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇവിടെ നിന്നോ സ്മോൾ t, സ്മോൾ r ആയിരിക്കും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ T, ക്യാപിറ്റൽ R. ദെൻ 2 എന്ന് പറയുന്നത് സ്മോൾ t, സ്മോൾ r ആയിരിക്കും. Then what may be the characters that will appear in the plants produced as a result of the self-pollination of the first generation? So ഈ ക്യാപിറ്റൽ T, സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ r എന്ന് പറയുന്നത് ഇവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് എങ്ങനെയായിരിക്കാം, ടോൾ പ്ലാന്റ് അല്ലേ. സോ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ്, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ് ആയിരിക്കും. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽഫിങ് ചെയ്യാനായിട്ട് പോവാണ്, സെൽഫ് പോളിനേഷൻ അല്ലെ. ഇതാണ് F1 ജനറേഷൻ എന്ന് പറയുന്നത്. സോ F1 ജനറേഷനിലെ സെൽഫ് പോളിനേഷൻ നടത്താനായിട്ട് പോവുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക, നമുക്കൊന്ന് നോക്കാം. നമുക്ക് പുന്നറ്റ് സ്ക്വയർ വരച്ച് നോക്കാം അല്ലെ. സോ പേരൻസ് എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ T, സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ r into ക്യാപിറ്റൽ T, സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ r. ഓക്കെ, സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് പുന്നറ്റ് സ്ക്വയർ വരച്ച് നമുക്കൊന്ന് നോക്കാം.
സോ ഇവിടെ നമുക്ക് ഗമേറ്റ്സ് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, then capital T, small r, small t, capital R, small t, small r. Okay, next നമുക്ക് ഇവിടെ gametes നോക്കാം. സെയിം gametes തന്നെയാണ് അല്ലേ? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂഷൻ ഒന്ന് നോക്കാം അല്ലേ? സോ ഫ്യൂഷൻ നടക്കുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. അപ്പൊ ഇത് എന്ത് തന്നെയാണ്? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ്. സോ ഇവിടെ നെക്സ്റ്റ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, then ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇതെല്ലാം എന്ത് തന്നെയായിരിക്കാം? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. എഗെയിൻ സെയിം തന്നെയാണ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ ആർ. അപ്പൊ എന്തായിരിക്കാം വരിക? ഇതിന്റെ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ടോൾ പ്ലാന്റ് അല്ലേ? സോ ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. എഗെയിൻ tall plant with round seeds, then capital T, small r, small r. Again tall plant with wrinkled seeds appear ആയല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ. capital T, small t, capital R, capital R. round plant with tall plant with round seeds. Again capital T, small t, capital R, small r. tall plant with round seeds. Then small t, capital R, capital R. അപ്പൊ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ടോൾ ആണോ? അല്ല, ഡ്വാർഫ് ആയല്ലേ? സ്മോൾ ടി വന്നു. സോ ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. എഗെയിൻ ഇവിടെ എന്ത് വന്നു? ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്സ്. ലാസ്റ്റ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. tall plant with round seeds. Capital T, small r, small r. So tall plant with wrinkled seeds. Then small t, capital R, capital R alla. Small t, capital R, small r. അപ്പോൾ ഇവിടെ എന്താ വന്നത്? dwarf plant with round seed. Last small t, small r. അപ്പൊ എന്താ ഇവിടെ വന്നത്? dwarf plant with wrinkled seeds. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. നമുക്ക് F2 ജനറേഷനിൽ ഫോം ചെയ്തിട്ടുള്ള പ്ലാന്റ്സിന്റെ ഫിനോടൈപ്പ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ. ടോൾ പ്ലാന്റ്സ് വിത്ത് റൗണ്ട് സീഡ്സ്, then tall plants with wrinkled seeds ഫോം ചെയ്തു. dwarf plants with round seeds ഫോം ചെയ്തു. then dwarf plants with wrinkled seeds ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ ഫിനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കാം? 9:3:3:1 ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു പുന്നറ്റ് സ്ക്വയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെയർഫുൾ ആയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് write a short note which explains the mode of transmission and precautions of rat fever to include in a pamphlet preparing for an awareness program. So ഇവിടെ rat fever എന്ന് പറയുന്നത് അല്ലേ? leptospirosis. So leptospira എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. സോ ഈ റാറ്റ് ഫീവർ അല്ലേ? സോ ഈ എലിപ്പനി എന്ന് പറഞ്ഞാൽ റാറ്റ് ഫീവർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക ഫ്ലഡഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമുക്ക് ഈ ഒരു റാറ്റ് ഫീവർ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ റാറ്റ് ഫീവറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബാക്ടീരിയ റാറ്റിൻ്റെയും അതുപോലെ തന്നെ ഡോഗിൻ്റെയും മറ്റുള്ള ആനിമൽസിൻ്റെ ഒക്കെ യൂറിനിലൂടെ സ്റ്റാഗ്നന്റ് വാട്ടറിലേക്ക് വരുന്നു അല്ലെ? കെട്ടിക്കിടക്കുന്ന വാട്ടറിലേക്ക് വരുന്നു, സ്റ്റാഗ്നന്റ് വാട്ടറിലേക്ക് വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റാഗ്നന്റ് വാട്ടറിലേക്ക് ഏതെങ്കിലും ഒരു ആൾ ഇറങ്ങാണ് അല്ലെ? ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇറങ്ങാണ്. ആളുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടോ എന്ന് വിചാരിക്കുക. ആ മുറിവിലൂടെ എന്ത് എൻ്റർ ചെയ്യും? ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്താ പറ്റുന്നത്? ആൾക്ക് റാറ്റ് ഫീവർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ? സോ ഇതാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. സോ ട്രാൻസ്മിഷൻ എങ്ങനെയായിരിക്കും നടക്കുന്നത്? ഈ പറഞ്ഞ
വെക്ടേഴ്സ് അല്ലേ. സോ റാറ്റ്, ഡോഗ്, അതുപോലെ തന്നെ മറ്റുള്ള ആനിമൽസിലൊക്കെ അവരുടെ യൂറിനിൽ പ്രസന്റ് ആയിട്ടുള്ള ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ സ്റ്റാഗ്നന്റ് വാട്ടറിലേക്ക് വരുന്നു. സ്റ്റാഗ്നന്റ് വാട്ടറിൽ നിന്നും ഈ ബാക്ടീരിയ എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു? ഹ്യൂമനിലേക്ക് എൻ്റർ ചെയ്യുന്നു ത്രൂ വൂൺസ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും? സോ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്ത് വെക്കുക അല്ലേ. സോ ഇങ്ങനെയുള്ള വെക്ടേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് അല്ലേ. സോ വെക്ടേഴ്സ് ആണ് ക്യാരി ചെയ്യുന്നവർ അല്ലേ, ഈ ഒരു പാത്തജനെ ക്യാരി ചെയ്യുന്നവരാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ വെക്ടേഴ്സിനെ പ്രോപ്പർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക, നമ്മളുടെ സറൗണ്ടിങ്സ് ക്ലീൻ ആയിട്ട് വെക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടറിലേക്കൊക്കെ പോകണം എങ്കിൽ എന്താ ചെയ്യേണ്ടത്? നല്ല ലെങ്ത് കൂടിയ ഗംബൂട്ട്സ് വെയർ ചെയ്യണം അല്ലെ, ഗ്ലൗസ് വെയർ ചെയ്യണം അല്ലെ. സോ മുറിവിലൂടെയാണ് ഈ പറഞ്ഞ ബാക്ടീരിയ എൻ്റർ ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്തേ മതിയാകും. അതുപോലെ തന്നെ എന്താണ്? ഏർലി ഡയഗ്നോസിസ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ സ്വയം ചികിത്സിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏർലി ഡയഗ്നോസിസും ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. സോ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, പിന്നീട് എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻസ് സ്വീകരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്. സോ എലിമിനേറ്റ്സ് വെക്ടേഴ്സ്, ദെൻ കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ, ദെൻ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ദെൻ പ്രിവെന്റീവ് വാക്സിൻസ്. ഓക്കെ, നെക്സ്റ്റ് അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സോ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഇമേജ് തന്നിട്ടുണ്ട്. ഇതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് 1, 2 and 3 ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോ റൈറ്റ് ദ നെയിംസ് ഓഫ് 1 and 2. സോ നോക്കിക്കേ, ഇവിടെ 1 and 2 നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. സോ ഇമ്പൾസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് പോകുന്നു. സോ ഇവിടെ നിന്നും നമ്മൾ 1 and 2 ഐഡന്റിഫൈ ചെയ്യണം. സോ ഇവിടെ 1 എന്ന് പറയുന്നത് എന്താണ്? സെൻസറി ന്യൂറോൺസ് ആയിരിക്കും അല്ലെ. നോക്കിക്കേ, ഇവിടെ നമുക്കൊരു സ്റ്റിമുലസ് കാണാനായിട്ട് പറ്റും. സോ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നു അല്ലെ, സെൻസറി ന്യൂറോൺസ് റിസീവ് ചെയ്യുന്നു. സോ 1 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കാം? സെൻസറി ന്യൂറോൺസ് ആണ്. സെൻസറി ന്യൂറോൺസ് ആണ്. ഈ സെൻസറി ന്യൂറോൺസിലൂടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് എങ്ങോട്ട് വരുന്നു? സെൻസറി ന്യൂറോണിൽ നിന്നും അത് പിന്നീട് ഇന്റർ ന്യൂറോണിലേക്ക് എൻ്റർ ചെയ്യുന്നു. സോ നമുക്കറിയാം സ്പൈനൽ കോഡിൽ ഇന്റർ ന്യൂറോൺ പ്രസന്റ് ആണ്. സോ ഇന്റർ ന്യൂറോണിലേക്ക് വരുന്നു. ഇന്റർ ന്യൂറോണിൽ നിന്നും ഇമ്പൾസുകൾ തിരികെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത് ആരാണ്? മോട്ടോർ ന്യൂറോൺസ് ആണ് അല്ലെ. സോ മോട്ടോർ ന്യൂറോൺസ് കൊണ്ടുവന്ന് ഈ ഇമ്പൾസുകളെ ആർക്ക് കൊടുക്കുന്നു? എഫക്ടർ സെല്ലിലേക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇവിടെ അപ്പോൾ 2 നമുക്ക് എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റി? 2 എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ ന്യൂറോൺ ആണ്. ഇന്റർ ന്യൂറോൺ. ഓക്കെ, സോ 2 എന്ന് പറയുന്നത് ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ നമുക്ക് റിലേ ന്യൂറോൺ എന്നൊക്കെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ആർ ഓൾ ആക്സിഡന്റൽ റെസ്പോൺസസ് കൺട്രോൾഡ് ബൈ 3. അപ്പോൾ 3 ഇവിടെ നമുക്ക് എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റി? 3 എന്ന് പറയുന്നത് സ്പൈനൽ കോഡ് ആണല്ലേ. സ്പൈനൽ കോഡാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആക്സിഡന്റൽ ആയിട്ടുള്ള റെസ്പോൺസസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആണോ? സ്പൈനൽ കോഡ് തന്നെയാണോ? അല്ല. എന്താണ്? നമുക്കറിയാം സെറിബ്രൽ റിഫ്ലക്സുകളും പ്രസന്റ് ആണ് അല്ലെ. സോ സ്പൈനൽ റിഫ്ലക്സ് ഉണ്ട്. സോ ഇപ്പൊ നമ്മൾ ഇവിടെ ഹോട്ട് ആയിട്ടുള്ള ഈ ഒരു ഫ്ലെയിമിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഹാൻഡ് വിഡ്രോ ചെയ്യുന്നു അല്ലെ. അവിടെ മേജർ ആയിട്ടുള്ള സെന്റർ ആയിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത്? സ്പൈനൽ കോഡാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സ്പൈനൽ റിഫ്ലക്സ് ആണ് ഇതെന്ന് പറയാം അല്ലെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു ചെറിയ ഇൻസെക്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്ത് വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ണിങ്ങനെ അടയ്ക്കും അല്ലെ. സോ കണ്ണ് നമ്മൾ അടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? സെറിബ്രൽ റിഫ്ലക്സ് കൊണ്ടാണ്. സോ ഇവിടെ ആ ഒരു റിഫ്ലക്സിന്റെ മേജർ റോൾ ആർക്കാണുള്ളത്? നമ്മളുടെ ബ്രെയിനിനായിരിക്കും ഉള്ളത്, സെറിബ്രത്തിനായിരിക്കും ഉള്ളത്. സോ അങ്ങനെയുള്ള റിഫ്ലക്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, സ്പൈനൽ റിഫ്ലക്സും ഉണ്ട് അല്ലെ. സ്പൈനൽ റിഫ്ലക്സും പ്രസന്റ് ആണ്. സെക്കൻഡ് സെറിബ്രൽ റിഫ്ലക്സും പ്രസന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് പറയാം എല്ലാ ആക്സിഡന്റൽ റെസ്പോൺസസിനെയും കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ റിഫ്ലക്സ് മാത്രമല്ല അല്ലെ, സ്പൈനൽ കോഡ് മാത്രമല്ല, അത് ബ്രെയിനും ഇൻവോൾവ് ആണ്. സെറിബ്രൽ റിഫ്ലക്സ് ഉണ്ട്.
ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലേക്ക് നല്ല ഇന്റൻസിറ്റി കൂടി ഒരു ലൈറ്റ് വരികയാണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ണടയ്ക്കാറുണ്ടല്ലേ. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? നമ്മളുടെ സെറിബ്രൽ റിഫ്ലക്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ്, an illustration related to human evolution is given. Then analyze it and answer the following questions. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജ് തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ നമ്മളുടെ ബയോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഇമേജസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ബയോളജി ടെക്സ്റ്റിലുള്ള ഓരോ ഇമേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോപ്പറായിട്ട് നിങ്ങൾ വരയ്ക്കാനായിട്ട് പഠിക്കണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. റൈറ്റ് ദ നെയിംസ് ഓഫ് 1 and 2. സോ ഇവിടെ 1 and 2 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ 1 and 2 നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഇവിടെ 1 എന്ന് പറയുന്നത് എന്താണ്? സോ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. സോ 1 എന്ന് പറയുന്നത് സെർക്കോ പിത്തേക്കോയിഡേ. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് ഹോമിനോയിഡ് അല്ലെ, ഹോമിനോയിഡ്. ഓക്കെ, സോ ഇവിടെ അപ്പോൾ കോമൺ ആയിട്ട് എന്താ വരിക? ആൻതെറോപോയിഡ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താണ്? മെൻഷൻ ദ 2 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു 2 അല്ലെ. സോ ഹോമിനിഡയിൽ വരുന്നവരുടെ കോമൺ ആയിട്ടുള്ള 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്കറിയാം? ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ട് അല്ലെ. സോ ഫസ്റ്റ് വൺ ഡെവലപ്ഡ് ബ്രെയിൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫ്രീലി മൂവബിൾ ഹാൻഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെർക്കോപിത്തോക്കോയിഡയുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സ്മോൾ ബ്രെയിൻ അല്ലെ. സ്മോൾ ബ്രെയിൻ ആയിരിക്കും, ലോങ് ടൈൽഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സി നോക്കിക്കേ. ഹൗ ഡസ് ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഹീമോഗ്ലോബിൻ ഹെൽപ്ഡ് ടു ഐഡന്റിഫൈ ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ചിമ്പാൻസി? സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹ്യൂമനെയും അതുപോലെ തന്നെ ചിമ്പാൻസിയും കൂടി കമ്പയർ ചെയ്യുന്നു. എന്തിന്റെ ബേസിസിലാണ്? ഹീമോഗ്ലോബിന്റെ ബേസിസിൽ. അപ്പോൾ ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എങ്ങനെയാണ് ഈ ഒരു ഹ്യൂമനും ചിമ്പാൻസിയും തമ്മിലുള്ള റിലേഷനെ കൊണ്ടുവരുന്നത്? അപ്പൊ നമുക്കറിയാം ഇവിടെ ഹീമോഗ്ലോബിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബീറ്റ ചെയിൻ അല്ലേ. സോ നമുക്കറിയാം, സോ ഇവിടെ അമിനോ ആസിഡ്സിന്റെ നമ്പറിൽ ചേഞ്ചസ് ഇല്ല. സോ ദർ ഈസ് നോ ഡിഫറൻസ് in the number of amino acids in the beta chain alle. So beta chain of the hemoglobin in man and chimpanzee. ഓക്കെ, സോ ഇവിടെ ഹീമോഗ്ലോബിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡ്സിന്റെ നമ്പറിൽ ഡിഫറൻസ് ഇല്ല, സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് സ്യൂട്ടബിൾ ഐറ്റംസ് ഫ്രം ദ ബോക്സ് ആൻഡ് complete the table related to hormone defects. സോ നമുക്ക് ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേബിൾ നമുക്ക് ഫസ്റ്റ് പോർഷൻ നമുക്ക് ഗ്ലാൻഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പാൻക്രിയാസ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ദെൻ ഹോർമോൺസ് ഇവിടെ 1, 2, 3, 4, 5 ആൻഡ് 6 നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. സോ 6 നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. നോക്കിക്കേ, ഇവിടെ ഡിഫക്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഡയബറ്റിസ് ആണല്ലേ. സോ അപ്പോൾ ഈ ഒരു ഡയബറ്റിസ് വരണം എന്നുണ്ടെങ്കിൽ ഏത് ഹോർമോൺ ആയിരിക്കണം അവിടെ വരേണ്ടത്? ഇൻസുലിൻ അല്ലെ. സോ ഇൻസുലിൻ ആയിരിക്കും. സോ ഇൻസുലിൻ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സോ ഇൻസുലിൻ ആണ് ഫസ്റ്റ് വൺ, ഇൻസുലിൻ.
അപ്പോൾ സിംറ്റം എന്തായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് സൊമാറ്റോട്രോപിൻ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, acromegaly, presence of glucose in urine, frequent urination, insulin, hindrance in proper physical and mental development. So ഇതിൽ നിന്നും സിംറ്റം നമുക്ക് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയത്? Presence of glucose in urine. So this one is the second. അല്ലേ? So ഇവിടെ ഇൻസുലിൻ ഹോർമോണിന് ഡിഫക്റ്റ് സംഭവിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലേ? സോ അതുകൊണ്ട് തന്നെ യൂറിനില് നമുക്ക് എക്സസ് എമൗണ്ടിൽ ഗ്ലൂക്കോസ് പ്രസന്റ് ആയിരിക്കും. സോ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഹോർമോൺ ഇവിടെ തന്നിരിക്കുന്നത് വാസോപ്രസിൻ ആണ് അല്ലേ? സോ വാസോപ്രസിൻ ഹോർമോൺ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിലാണ്. ഓക്കെ, സോ ഇവിടെ ഹൈപ്പോതലാമസ്, വാസോപ്രസിൻ, ഡിഫക്റ്റ്, സിംറ്റം. സോ ഡിഫക്റ്റ് എന്താണ് ഇവിടെ വരുന്നത്? നമുക്കറിയാം അല്ലേ? സോ 3 എന്ന് പറഞ്ഞ് നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്തു? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിന്റെ സിംറ്റം എന്താണ്? ഫ്രീക്വന്റ് യൂറിനേഷൻ ആണ് അല്ലേ? സോ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ ആണ്. നമുക്കറിയാം വാസോപ്രസിൻ എന്ന് പറയുന്നത് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് അല്ലേ? സോ ആന്റി ഡയൂററ്റിക് ADH ഹോർമോൺ ആണ്. ഈ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് വാട്ടറിന്റെ റീഅബ്സോർപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഈസ് റെഗുലേറ്റഡ് ബൈ ദിസ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ വാസോപ്രസിൻ. ഓക്കെ, അതാണ് സിംറ്റം. സോ സിംറ്റം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് യൂറിനേഷൻ ആയിരിക്കും. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നോക്കിക്കേ, ഇവിടെ നിന്നും ഏത് ഹോർമോണെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും? സൊമാറ്റോട്രോപിൻ അല്ലേ? സോ സൊമാറ്റോട്രോപിൻ ആണ് 5 എന്ന് പറയുന്നത്. സൊമാറ്റോട്രോപിൻ. അതിന്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? acromegaly ആയിരിക്കും അല്ലേ? സോ acromegaly is the 6th one. acromegaly. അപ്പോൾ acromegaly കണ്ടീഷൻ എന്താണ് നമുക്കറിയാം അല്ലേ? സോ ഇവിടെ ഹോർമോൺസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺസ് സ്പെസിഫിക് ആയിട്ട് പറയാണ്. സോ ഗ്രോത്ത് ഫേസിൽ നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഹോർമോൺസിന്റെ സിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ? സോ ഇവിടെ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞതിന് ശേഷം എക്സസ് എമൗണ്ടില് സൊമാറ്റോട്രോപിൻ ഒരു അഡൾട്ടിൽ ഫോം ചെയ്യുകയാണ് അല്ലേ? സോ ദ എക്സസ് എമൗണ്ട് ഓഫ് സൊമാറ്റോട്രോപിൻ അല്ലേ ഇൻ അഡൾട്ട്. സോ ഒരു അഡൾട്ടില് എക്സസ് എമൗണ്ടില് സൊമാറ്റോട്രോപിന്റെ പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ദ കണ്ടീഷൻ acromegaly. സോ acromegaly എന്താ സംഭവിക്കുന്നത്? സിംറ്റംസ് നോക്കിക്കേ, ഗ്രോത്ത് ഓഫ് ദി ബോൺസ് ഓൺ ദ ഫേസ് ആൻഡ് ജോ. അതുപോലെ തന്നെ ഫിംഗറും ഒക്കെ എക്സ്ട്രാ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ 6th വൺ ഏതാണ്? 6th വൺ acromegaly. സോ പാൻക്രിയാസ്, ഇൻസുലിൻ, ഡയബറ്റിസ്. സിംറ്റം എന്ന് പറയുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ദെൻ ഹൈപ്പോതലാമസ്, വാസോപ്രസിൻ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ദെൻ സിംറ്റം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് യൂറിനേഷൻ. ഓക്കെ, ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, സൊമാറ്റോട്രോപിൻ, acromegaly. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ആൻസർ any 2 questions from question number 21 to 23 അല്ലേ? സോ ഇവിടെ 21 to 23 നിന്നും ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ നമ്മൾ ചൂസ് ചെയ്ത് ആൻസർ ചെയ്താൽ മതി. ഈച്ച് ക്യാരീസ് 4 മാർക്സ്. ഓക്കെ, സോ നോക്കിക്കേ, 21st ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഗ്ലാൻഡ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സോ ഇവിടെ നോക്കിക്കേ, നെയിം ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 1 which slows down the action of defenses. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഏത് ഇമേജ് ആണ് തന്നിരിക്കുന്നതെന്ന് നമ്മൾ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം അല്ലേ? സോ നമുക്ക് ഇവിടെ കിഡ്നി കാണാനായിട്ട് പറ്റും. നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അഡ്രീനൽ ഗ്ലാൻഡ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? സോ അഡ്രീനൽ ഗ്ലാൻഡ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു. പിന്നീട് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട? 1 and 2 നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം അല്ലേ? സോ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഔട്ടർ കോർട്ടെക്സ് അല്ലേ? സോ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്തു? ഔട്ടർ കോർട്ടെക്സ്. ഔട്ടർ കോർട്ടെക്സ്. അപ്പോൾ സെക്കൻഡ് വൺ എന്തായിരിക്കാം? സെക്കൻഡ് വൺ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഇന്നർ മെഡുല്ല. സോ ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ ശരിക്കും ഒന്ന് വായിച്ചു നോക്കിക്കേ. നെയിം ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 1. അപ്പൊ നമ്മൾ ഏതാണ് 1 എന്ന് ഐഡന്റിഫൈ ചെയ്തു അല്ലെ? ഏതാണ് 1 എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്? കോർട്ടെക്സ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ആണ് 1 എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനിയും അവിടെ നിന്ന് എന്താ ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ ഹോർമോൺ വിച്ച് സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസസ്. ഏതാണ്
ഹോർമോൺ എന്ന് പറയുന്നത്? കോർട്ടിസോൾ അല്ലേ? സോ കോർട്ടിസോൾ അല്ലേ? സോ കോർട്ടിസോൾ. കോർട്ടിസോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Name the two hormones produced by the part indicated as 2. Give their functions. So ഏത് പാർട്ടാണ് നമ്മൾ 2 ആയി ഐഡന്റിഫൈ ചെയ്തിരുന്നത്? മെഡുല റീജൻ, റൈറ്റ്. സോ മെഡുല റീജൻ ആണ് പാർട്ട് 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ഐഡന്റിഫൈ ചെയ്തത്. പാർട്ട് 1 എന്ന് പറയുന്നത് ഏതായിരുന്നു? കോർട്ടെക്സ് റീജൻ ആണ്. സോ ഇവിടെ നോക്കിക്കേ, ഈ മെഡുല റീജനിൽ നിന്നും സിന്തസൈസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഏതൊക്കെയാണ്? The two different hormones are the first adrenaline, and the second one is noradrenaline. അല്ലേ? Noradrenaline. Adrenaline and noradrenaline. So adrenaline എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി ഹോർമോൺ ആണല്ലേ? സോ വി ഹാവ് ടു their functions also. ഓക്കെ, സോ അഡ്രിനാലിന്റെ ഫംഗ്ഷൻ എന്താണ്? എമർജൻസി ഹോർമോൺ ആണ്. സോ എമർജൻസി സിറ്റുവേഷനിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് അഡ്രിനാലിൻ ഹോർമോൺ എന്ന് പറയുന്നത് അല്ലേ? സോ അഡ്രീനൽ ഗ്ലാൻഡ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ കൂടുതൽ എമൗണ്ടിൽ അഡ്രിനാലിനെ സിന്തസൈസ് ചെയ്ത് ബ്ലഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരാറുണ്ടല്ലേ? സോ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷനിൽ റെസിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എന്താണ്? വിഡ്രോ ചെയ്യണം അല്ലെ? ഒന്നുകിൽ റെസിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വിഡ്രോ ചെയ്യണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ അഡ്രീനാലിൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബോഡി ചേഞ്ചസ് സംഭവിക്കുക? നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രീതിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ കണ്ണിനുള്ളിലെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. Okay, so adrenaline, it is known as the emergency hormone. Okay, emergency hormone. Then what about noradrenaline? So noradrenaline, it is actually acts along with this adrenaline hormone. Okay, then next, C part nokam. Write the two important functions of aldosterone. So aldosterone inde 2 important functions ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ആൽഡോസ്റ്റിറോൺ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? കോർട്ടെക്സ് റീജനിൽ നിന്നാണ് അല്ലേ? സോ കോർട്ടെക്സ് റീജനിൽ നിന്നാണ് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നത്. Then what about the functions? So first function ആയിട്ട് നമുക്ക് എന്ത് പറയും? It regulates അല്ലേ blood pressure. So regulation of blood pressure. Then what about the next function? Second function ആയിട്ട് നമുക്ക് പറയാം, it maintains salt അതുപോലെ തന്നെ water level. So it maintains salt water level by acting in kidneys, right? So it maintains salt water level by acting in kidneys. Okay, so these are the 2 important functions performed by the hormone aldosterone. Okay, so next question. So explain how body will react to the situations described below. So ഇവിടെ 2 situations നമുക്ക് തന്നിട്ടുണ്ട്. So A നോക്കിക്കേ, a foreign antigen reached one's blood. B, the components of vaccines enter the body. So ഇവിടെ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കാം സംഭവിക്കുന്നത്? നോക്കിക്കേ, a foreign antigen reached one's blood. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കാറുണ്ടല്ലേ? സോ ഇവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അല്ലേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ബ്ലഡ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ? സോ അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ബ്ലഡ് ആണ് നമുക്ക് കിട്ടിയതെന്ന് വിചാരിക്കും, നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ എന്തായിരിക്കാം സംഭവിക്കുന്നത്? നമ്മളുടെ ബ്ലഡിൽ ആന്റിബോഡീസ് പ്രസന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ ഡോണറിന്റെ ബ്ലഡിനെ അല്ല ബ്ലഡിലുള്ള കമ്പോണൻസിനെ നമ്മളുടെ ബ്ലഡിലുള്ള ആന്റിബോഡീസ് ആന്റിജൻ ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ? സോ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് നടന്നിട്ട് ഇവിടെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാനുള്ള
പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് എപ്പോഴും ബ്ലഡ് ഒക്കെ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് സ്വീകരിക്കാൻ പറ്റിയ ബ്ലഡ് ഗ്രൂപ്പ് ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്? എക്സ്റ്റേണൽ ആയിട്ട് അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഡോണറിന്റെ ബ്ലഡിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ആന്റിജൻ ആയിട്ട് നമ്മളുടെ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ആന്റിജൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ പാത്തജൻ എൻ്റർ ആയി എന്ന് വിചാരിക്കുക അല്ലെ. സോ ഫോറിൻ പാത്തജൻ എൻ്റർ ആയെങ്കിൽ ആ ഫോറിൻ പാത്തജനെയും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? നമ്മളുടെ ബ്ലഡിലുള്ള ആന്റിബോഡീസ് ആന്റിജൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആന്റിജൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ബ്ലഡ് സെൽസിന്റെ നമ്മളുടെ ഡിഫൻസ് സെൽസിന്റെ ഹെൽപ്പോട് കൂടി ആ ഒരു പെർട്ടിക്കുലർ ആന്റിജനെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് കേസ് നോക്കിക്കേ, ദ കമ്പോണൻസ് ഓഫ് വാക്സിൻ എൻ്റർ ദ ബോഡി. നമുക്കറിയാം ഈയിടെ ഒരുപാട് വാക്സിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പോളിയോ വാക്സിനും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഈ വാക്സിൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ മിക്സ്ചർ. ഓക്കെ, നമുക്കൊരു മിക്സ്ചർ ആണെന്ന് പറയാം. ഒന്നുകിൽ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റിനുവേറ്റഡ് ആയിട്ടുള്ള ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള പാത്തജനെ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാത്തോജന്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്സിനായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പാത്തജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ ആയിരിക്കും വാക്സിൻ എന്ന് പറയുന്ന രൂപത്തിൽ നമ്മളുടെ ബോഡിയിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഈ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിവിങ് ആയിട്ടുള്ള പാത്തജനെയാണോ? അല്ല, ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള പാത്തജനെയോ അല്ലെങ്കിൽ പാത്തജന്റെ വേരിയസ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ വാക്സിൻ എന്നുള്ള രൂപേണ നമ്മളുടെ ബോഡിയിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ബ്ലഡിലുള്ള ആന്റിബോഡീസിന് അലേർട്ടഡ് ആയി അല്ലെ, ഫോറിൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് വന്നിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് ഈ ഒരു ആന്റിജൻ, ഈ ഒരു പെർട്ടിക്കുലർ ആന്റിജനെതിരെയുള്ള ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ഈ ഒരു ആന്റിജനെ നമ്മുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആന്റിജനെ എന്ത് ചെയ്യുന്നു? ആന്റിബോഡീസ് റീറ്റെയിൻ ചെയ്യുന്നു. സോ പിന്നീട് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ലൈവ് ആയിട്ടുള്ള പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ആന്റിബോഡീസ് റീറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു പെർട്ടിക്കുലർ പാത്തജനെതിരെയുള്ള ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് ബ്ലഡിൽ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആന്റിജൻ അല്ലെങ്കിൽ പാത്തജനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളുടെ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, redraw the picture given below, identify the name indicated and label the parts. സോ ഇവിടെ നോക്കിക്കേ, ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റീഡ്രോ ചെയ്യാനാണ് അല്ലെ. ഈ തന്നിരിക്കുന്ന ഇമേജിനെ നമ്മളുടെ ആൻസർ ഷീറ്റിലേക്ക് നമ്മൾ വരയ്ക്കുക. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന പാർട്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ലേബൽ ചെയ്യുക. ഓക്കെ, നോക്കിക്കേ, എ എന്താണ്? ദ പാർട്ട് റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ഇൻടു ഐ. ഏതാണ് ആ പാർട്ട് എന്ന് പറയുന്നത്? നമുക്കറിയാം, കോർണിയ. കോർണിയ ആണ് എയുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ദ കോർണിയ റിഫ്രാക്ട്സ് ലൈറ്റ് റേസ് ഇൻടു ദി ഐസ് അല്ലെ. സോ ലൈറ്റ് റേസ് വരുന്നു, കോർണിയൽ വഴിയാണ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. Then the part that adjusts its size as the intensity of light varies. So intensity കൂടിയ ലൈറ്റും അതുപോലെ ഇന്റൻസിറ്റി കുറഞ്ഞ ലൈറ്റ് വരുന്നതിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിനുള്ളിലുള്ള ഏത് പാർട്ടാണ്? പ്യൂപ്പിൾ അല്ലെ. സോ പ്യൂപ്പിൾ ആണ്. സോ പ്യൂപ്പിൾ ആണ് പിയുടെ ആൻസർ ആയിട്ട് വരിക. Then see നോക്കിക്കേ, the part of the retina where plenty of photoreceptors are seen. ഏതാണ് പാർട്ട് എന്ന് പറയുന്നത്? ഒരുപാട് ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടുള്ളത് നമ്മളുടെ കണ്ണിനുള്ളിൽ ഏത് പാർട്ടിലാണ്? യെല്ലോ സ്പോട്ടിലായിരിക്കും അല്ലെ. സോ യെല്ലോ സ്പോട്ട്. സി എന്താണ്? യെല്ലോ സ്പോട്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഈ ഇമേജിനെ നമ്മളുടെ ആൻസർ ഷീറ്റിലേക്ക് റീഡ്രോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ABC പാർട്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ പ്രോപ്പർ ആയിട്ട് ലേബൽ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് മാർച്ച് 2020 ചോദിച്ച ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടെ ബയോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജസ് എന്ന് പറയുന്നത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ പ്രോപ്പർ ആയിട്ട് ഡയഗ്രാംസ് വരച്ച് തന്നെ പഠിക്കുക.
ഓക്കെ, പ്രോപ്പറായിട്ട് ഡയഗ്രാംസ് വരയ്ക്കുക, പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യുക. നമുക്ക് ഒരുപാട് ഹോർമോൺസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ, ഡിഫൻസ് സിസ്റ്റം പഠിക്കാനുണ്ട്. ലെങ്ത് ആയിട്ടുള്ള 8 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ചാപ്റ്ററും പ്രോപ്പറായിട്ട് പഠിക്കുക. താങ്ക് യു.